പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം സമ്പൂർണ്ണ പ്ലസ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോ സെലക്ട് യുവർ റോൾ, ടീച്ചറാണോ എച്ച് എം ആണോ പേരൻ്റാണോ എന്നതിനനുസരിച്ച് കൊണ്ട് സെലക്ട് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും നിലവിൽ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മുടെ സമ്പൂർണ്ണയിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അറ്റൻഡൻസ് ലിസ്റ്റ്, മെസ്സേജ്, പ്രൊഫൈൽ, സ്റ്റുഡൻസ് ലിസ്റ്റ്, എക്സാംസ് എന്നീ ഓപ്ഷനുകളാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അറ്റൻഡൻസ് ലിസ്റ്റ് എടുത്തതിന് ശേഷം ഏത് ക്ലാസ്സാണോ അതിൽ കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കലണ്ടറിലും ഓരോ ഡേറ്റിനനുസരിച്ച് കൊണ്ട് അത് ആക്റ്റീവായിക്കൊണ്ടിരിക്കും, ദിവസങ്ങൾക്കനുസരിച്ച് ആക്റ്റീവായിക്കൊണ്ടിരിക്കും. ഏത് ക്ലാസ്സാണ് എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഏത് ക്ലാസ്സിൽ കുട്ടികളുടെ അറ്റൻഡൻസാണ് മാർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മെസ്സേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഫോൺ നമ്പർ സമ്പൂർണ്ണയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും സെപ്പറേറ്റായിട്ട് മെസ്സേജ് നമുക്ക് അയക്കാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ഫോമിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാ ക്ലാസ്സും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതാത് ക്ലാസ്സിലെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അനുസരിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട വിവരങ്ങൾ നമുക്ക് കുട്ടികളുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ പ്രൊഫൈലാണ്, ടീച്ചേഴ്സ് പ്രൊഫൈലാണ്. നമ്മുടെ ടീച്ചേഴ്സ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട വിവരങ്ങൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റുഡൻസ് ലിസ്റ്റാണ്. സ്റ്റുഡൻസ് ലിസ്റ്റിൽ നമുക്ക് ഓരോ ക്ലാസ് വൈസ് ഉള്ള കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അതിൽ ഓരോ കുട്ടികളെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുടെ സമ്പൂർണ്ണയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്നതാണ്, എല്ലാം കാണാൻ കഴിയാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ സിങ്ക്രണൈസ് ചെയ്യാനായിട്ടും ഉള്ള ഒരു ബട്ടണും കൂടി നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന എക്സാം നടത്താൻ ആവശ്യമായിട്ടുള്ള ചില ഫീച്ചേഴ്സും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാം ടൈറ്റിൽ എൻ്റർ ചെയ്യാം, ഏത് മാസമാണ് പരീക്ഷ നടക്കേണ്ടത് എന്നുള്ള എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നടന്നത് എന്ന് എൻ്റർ ചെയ്യാം. എക്സാം ടൈപ്പ് ഏത് മാസമാണ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഏത് ടൈപ്പ് എക്സാമാണ്, ക്ലാസ് ടെസ്റ്റാണോ യൂണിറ്റ് ടെസ്റ്റാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി മാർക്കാണോ ഗ്രേഡാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പണായി വരും. പിന്നെ ഇവിടെ മാർച്ച് 2023 നടക്കുന്ന ഫസ്റ്റ് ടേം എക്സാം, ആഗസ്റ്റിൽ നടക്കുന്ന സെക്കൻഡ് ടേം എക്സാം, അത്തരം എക്സാമുകളെ ഗ്രേഡും മാർക്കും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ 3 ബാറിൽ ക്രിയേറ്റ് എക്സാം, മാർക്ക് എൻട്രി എന്ന് പറയുന്ന 2 ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രിയേറ്റ് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരിക്കും. എക്സാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാർക്ക് കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർക്ക് ടേം എക്സാമിനേഷൻ 1, ടേം എക്സാമിനേഷൻ 2 ഏതാണ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഇനി ക്ലാസ് ഡിവിഷൻ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളതും നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും, മാർക്ക് എൻട്രി സാധിക്കും. ഇത്തരത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും HMനുമെല്ലാം
വളരെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയാവുന്ന രീതിയിലാണ് ഒരു ആപ്പിൻ്റെ നിർമ്മാണം. വളരെ സിമ്പിളായി ഏതൊരു അധ്യാപകർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ രസകരമായിട്ടാണ് സമ്പൂർണ്ണ പ്ലസ് റിലീസ് ചെയ്തിരിക്കുന്നത്.